കൊട്ടാരക്കരയ്ക്ക് അപൂർവമായ ദൃശ്യവിരുന്ന് സമ്മാനിച്ച് ഫ്ലവേഴ്സും സ്വയംവര സിൽക്സും സംയുക്തമായി അണിച്ചൊരുക്കിയ സ്വയംവര ഫ്ലവേഴ്സ് ഉത്സവ്. ജയറാം മുഖ്യ അതിഥിയായിരുന്ന ഈ പരിപാടി സ്വയംവര സിൽക്സ് കൊട്ടാരക്കരയിൽ നവീകരിച്ച ഷോറൂം ഉദ്ഘാടനം ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് മെഗാ ഷോ സംഘടിപ്പിച്ചത്. കൊട്ടാരക്കര MGM സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി അരങ്ങേറിയത്. ഈ ചടങ്ങിൽ വെച്ച് ചലച്ചിത്ര രംഗത്തും അഭിനയ രംഗത്തും 50 കൊല്ലം പൂർത്തിയാക്കിയ പ്രശസ്ത ചലച്ചിത്ര നടി മല്ലിക സുകുമാരനെ ആദരിച്ചു. സ്വയംവര ഫ്ലവേഴ്സ് ഉത്സവ് പേര് പോലെ അക്ഷരാർത്ഥത്തിൽ ഉത്സവഛായയിലായിരുന്നു കൊട്ടാരക്കര. ആയിരങ്ങളാണ് മെഗാ ഷോയിലേക്ക് ഒഴുകിയെത്തിയത്. കൊട്ടാരക്കരയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷ പരിപാടിയായി ചടങ്ങ് മാറി. ആട്ടവും പാട്ടും കോമഡി പ്രകടനങ്ങളുമായി കലാകാരന്മാർ വേദി കൈയടക്കി. സിനിമാ മേഖലയിൽ നിന്ന് ജയറാം, മല്ലിക സുകുമാരൻ, രമേശ് പിഷാരടി, അഖിൽ മാരാർ, ഒപ്പം 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ തുടങ്ങിയവർ മെഗാ ഷോയുടെ ഭാഗമായി. സിനിമാ മേഖലയിൽ 50 വർഷം പൂർത്തിയാക്കിയ മല്ലിക സുകുമാരന് ആദരവൊരുക്കി. ഏകദേശം 19-20 വർഷങ്ങൾക്ക് മുമ്പ് സ്വയംവരയുടെ ഒരുപക്ഷെ ആദ്യത്തെ സ്വയംവര എന്ന് പേര് വെച്ച ആദ്യത്തെ ഷോറൂം എൻ്റെ കൈകൾ കൊണ്ട് ഉദ്ഘാടനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ടെലിവിഷൻ അതിൻ്റെ തുടക്കം ആദ്യം എൻ്റെ ചെണ്ടയുടെ മോലുകൾ വീടുകൊണ്ടായിരുന്നു. ഫ്ലവേഴ്സ് ടിവിയും കൊട്ടാരക്കരയിലെ സ്വയംവര സിൽക്സും പിറന്നത് ഒരേ ദിവസമെന്ന് സ്വയംവരയുടെ സ്ഥാപകൻ ശങ്കരൻകുട്ടി. ഇവിടെ വന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഒരു കാര്യം മാത്രം പറയാനുള്ളത്, ഫ്ലവേഴ്സ് ടിവി തുടങ്ങിയതും കൊട്ടാരക്കര സ്വയംവര സിൽക്സ് തുടങ്ങിയതും ഒരേ ദിവസമാണ്. ഇപ്പോൾ കേരളത്തിലെ പല ജില്ലകളിലും സ്വയംവര സിൽക്സ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രസ്ഥാനമാണ്. ഈ മനുഷ്യൻ വളരെ സ്റ്റേജിന്റെ മുന്നിലൊന്നും അങ്ങനെ കാണാറില്ല കേട്ടോ, വളരെ പിന്നിൽ മാത്രമേ നിൽക്കാറുള്ളൂ. എന്നാൽ ഇന്ന് കേരളം അറിയുന്ന ഒരു വലിയ ജോലി വ്യാപാര ശൃംഖലയുടെ അധിപനാണ് അദ്ദേഹം. 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് കൊട്ടാരക്കരയിലെ സ്വയംവര സിൽക്സ് നവീകരിച്ചത്. പുതുക്കിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. 24 കൊട്ടാരക്കര.